ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീബൂസ് വ്ലോഗ്സ്. നമുക്കിന്ന് ചിക്കൻ ലിവറും ഗിസാർഡും വരട്ടിയെടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ലിവറിലേക്കും ഗിസാർഡിലേക്കും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി തിരുമ്മി മാറ്റി വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം, ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പു എന്നിവ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വാടി വരുമ്പോൾ അതിനകത്തേക്ക് ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. അത് വാടി വരുമ്പോൾ നമുക്കൊരു 5 പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ചതച്ചതും 2 സവാള അരിഞ്ഞു വെച്ചതും കൂടിയും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വാട്ടിയെടുക്കുക. വഴറ്റിയെടുത്ത ഉള്ളി സവാളയിലേക്കും നമുക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണേ. നല്ലപോലെ മൂത്ത് വന്ന ഈ മസാലയിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ലിവറും ഗിസാർഡും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം ഇത് നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചിക്കൻ ലിവറിലും ഗിസാർഡിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളം കറിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ലിവറും ഗിസാർഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രം തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറിയിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് 2 നുള്ളു പഞ്ചസാരയും 1 പിടി മല്ലിയില അരിഞ്ഞതും ചേർത്ത് മിക്സാക്കി എടുത്ത് നല്ലപോലെ വരട്ടിയെടുക്കാം. അങ്ങനെ വരട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.